എല്ലാവർക്കും നമസ്കാരം. ഫെലനോപ്സിസിന് തൈകൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പൂക്കളുണ്ടായ ശേഷം ഉണ്ടാകുന്ന ഈ തണ്ടുകൾ നമ്മൾ മുറിച്ചു മാറ്റാതിരിക്കുക. അങ്ങനെ മുറിച്ചു മാറ്റാതിരുന്നാൽ ഒന്നുകിൽ നമ്മൾക്ക് അതിൽ നിന്നും തൈകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ വീണ്ടും ശിഖരമായിട്ട് പോയിട്ട് അതിൽ പൂക്കളുണ്ടാകുകയും ചെയ്യും. ഇങ്ങനെയുള്ള തണ്ടുകൾ പൂക്കളുണ്ടായ ശേഷവും നമ്മൾ അവിടെ തന്നെ നിലനിർത്തിയിരുന്നാൽ മതി. അപ്പോൾ വീണ്ടും നനച്ചു കൊടുക്കണം. എല്ലാ ദിവസവും ആ തണ്ടിൽ നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ 2 തണ്ടുകൾ ഇതുപോലെ പൂ വന്നത് നമ്മൾ മുറിച്ച് കളഞ്ഞിട്ടില്ല. അതിൽ ഒരു തണ്ട് പൂർണ്ണമായി ഉണങ്ങിപ്പോയിട്ടുണ്ട്. മറ്റേ തണ്ട് നമുക്ക് ഉണങ്ങാതെ നിൽക്കുകയാണ്. അത് നമ്മൾ വെള്ളം തളിച്ചു കൊടുത്താൽ മാത്രം മതി. ഇതുപോലെ തണ്ടുകൾ ഇതുപോലെ നിലനിർത്തിയിരുന്നാൽ മതി. ഇതുപോലെ തൈകളുണ്ടാകും. ചില തണ്ടുകൾ ഉണങ്ങിപ്പോകും. ചില തണ്ടിൽ നിന്ന് മാത്രം നമുക്ക് തൈകൾ കിട്ടും. ഇത് അങ്ങനെ ഉണ്ടായ ഒരു തൈയാണ്. പക്ഷേ നമ്മൾ റീപോട്ട് ചെയ്യാത്തതിനാൽ അത് അവിടെ നിന്ന് തന്നെ പൂവുണ്ടായിട്ടുണ്ട്. കാണാൻ പറ്റുമല്ലോ, പൂ നമ്മൾ റീപോട്ട് ചെയ്തിട്ടില്ല. ഇത് റീപോട്ട് ചെയ്ത് കഴിഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പ്ലാന്റ് വളർന്നേനെ. ഇതും അങ്ങനെ തണ്ടിൽ നിന്നുണ്ടായ ഒരു തൈയാണ്. നമ്മൾ ആ തണ്ടിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ തൈകൾ ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.